റീസെൻ്റ്ലി റിലീസായ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫിലിമിൻ്റെ ഓഫർ വന്നിരുന്നു. പക്ഷേ ദിസ് വാസ് ദ ഫസ്റ്റ് ഓഡിഷൻ ഇൻ മൈ ലൈഫ് ദാറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാനത് തകർത്തു എന്നുള്ള ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ലാസ്റ്റ് മൊമെന്റിൽ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ട് ഐ ഗോട്ട് റീപ്ലേസ്ഡ് ഇൻ ദാറ്റ് ഫിലിം. കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയി. ധൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. സാർ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിൽ ഐ ഗോട്ട് റീപ്ലേസ്ഡ്, ബട്ട് അതിൻ്റെ ചെറിയ മൂഡ് ഓഫ് ഉണ്ട് എന്ന രീതിയിൽ. പ്രിയ യു ഷുഡ് വാച്ച് ദിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബിറ്റ്സ് കാണിച്ചു തന്നിട്ട് സാർ പറഞ്ഞു യു ആർ എ വെരി ഗുഡ് പെർഫോമർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മനസ്സിൽ വെക്കണ്ട. ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത് ജാടയാണ് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത്. അതെ, അങ്ങനെ പേഴ്സണലി എന്നെ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോഴാണ് ഓ പ്രിയ ഇങ്ങനെ ഒരാളായിരുന്നല്ലേ, ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്നല്ല വിചാരിച്ചത്. ഇതെനിക്ക് സ്ഥിരം കിട്ടുന്നൊരു കോമന്റ് ആണ്. ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊന്നും ഒരു തിരിച്ചുവരവില്ല, എന്നാ പിന്നെ നമുക്ക് പണി നിർത്തിയാലോ എന്നുള്ള അങ്ങനെ ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോഴാണ് 4 years സംഭവിക്കുന്നത്. നന്നായി കിഡിലുമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നതിൽ എന്താണ് പ്രശ്നം? ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് എസ്പെഷ്യലി ഏറ്റവും ലാസ്റ്റ് അറിയുന്നത് ഞാനായിരിക്കും. ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരുമ്പം ഞാൻ കാണാറുണ്ട്. മനുഷ്യർ തഴയുന്നതാണോ സിനിമ തഴയുന്നതാണോ കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്? ഈ ഒരു 1% മനുഷ്യർ തഴയുന്നത് തന്നെയായിരിക്കും. അതിൽ തഴയപ്പെട്ടത് ചതിക്കപ്പെട്ടതിന്റെ ഒക്കെ ചെറിയ ചെറിയ ഇങ്ങനെ പിന്നെ ഉണ്ട്. പേഴ്സണലി നമുക്കൊരു ഡൗൺഫോൾ വരുമ്പം അത് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകിലോട്ടാണ്. വെരി 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 പുവർ. 96 ഒക്കെ ഞാൻ അന്നും ഇന്ന് കാണുമ്പോൾ ഇരുന്ന് മൂങ്ങാന്നുള്ള അവസ്ഥയുള്ളൂ. ഷബാന ആസ്മി ഉണ്ട്, ദീപിക പദുക്കോൺ. അപ്പൊ അതിലാരാവും അങ്ങനെ? ഐ വുഡ് ലൈക്ക് ടു ബി ആൻ ആലിയ ഭട്ട്. കണ്ണിമ വെട്ടൽ കൊണ്ട് ഒരു പ്രാവശ്യം പ്രസിദ്ധിയിലേക്ക് എത്തിയയാൾ പിന്നെയും കണ്ണിമ വെട്ടം കൊണ്ട് നമ്മുടെ ശ്രദ്ധ നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഗുഡ് ബാഡ് അഗ്ലിയുടെ വലിയ സ്വീകാര്യതയ്ക്ക് ശേഷം പ്രിയ വാര്യർ, നമസ്കാരം. നമസ്കാരം. ഭയങ്കര സീരിയസ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നല്ലോ. ഒരു കണ്ണിമ വെട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് വേറെ ആക്സിഡന്റിലായിരുന്നു, ഭയങ്കര യൂണിവേഴ്സൽ ഹിറ്റ് ആയിരുന്നു അത്. അതിനുശേഷം പിന്നെയും ഈ ഗുഡ് ബാഡ് അഗ്ലിയിൽ അതേപോലെ ഒരു ഷോട്ട്, അതും ആളുകൾ എടുക്കുന്നു, ചർച്ച ചെയ്യുന്നു, ആ കുട്ടി തന്നെയല്ലേ ഈ കുട്ടി, അപ്പം അത് വെറുതെ റാൻഡായി സംഭവിച്ചതല്ല എന്ന് പറയുന്നു. ഈ കണ്ണിമ വെട്ടൽ തന്നെയാണ് പിന്നെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ആലോചിച്ചിരുന്നു ആ സിനിമയുടെ ഷൂട്ടിൽ എവിടെയെങ്കിലും? ഇല്ല, അങ്ങനെ ആലോചിച്ചിരുന്നില്ല. ആക്ച്വലി ആ സോങ്ങിന്റെ ഒറിജിനലില് സിമ്രൻ മാം ചെയ്യുന്നുണ്ട് ഒരു വിങ്കും ഒരു കിസ്സും. അത് തന്നെ നമ്മളും ചെയ്തു. അതല്ലാതെ എന്റെ വിങ്കായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ആളുകള് പ്രിയവാരുടെ ഒരു രണ്ടാമത്തെ എഡിഷനായിട്ട് ഇപ്പം നീക്കില് ഉൾപ്പെടെയുള്ള പ്രകടനങ്ങൾ എടുത്തിട്ട് ആളുകൾ പറയുന്ന ഇതിലുള്ള പോലെ പ്രിയവാര 2.0 വേർഷൻ ആണെന്നൊക്കെ ആളുകൾ പറയുന്നു. പ്രിയവാര ആളുകൾ കുറച്ചും കൂടി വാമത്തോടുകൂടി സ്വീകരിക്കുന്നു. അത്രയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരാളായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ അതൊക്കെ? എനിക്ക് ആക്ച്വലി ഫ്രണ്ട്സ് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എന്നെ പറ്റിയിട്ടുള്ള ന്യൂസ് എസ്പെഷ്യലി ഏറ്റവും ലാസ്റ്റ് അറിയുന്നത് ഞാനായിരിക്കും. അപ്പം ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരുമ്പം ഞാൻ കാണാറുണ്ട്. ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പോസ്റ്റ് കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ സോഷ്യൽ മീഡിയ എത്രമാത്രം ഫോളോ ചെയ്യുന്നുണ്ട്? ഇല്ല, അധികം ഇല്ല ആക്ച്വലി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ അതില് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. യുനോ ഓൾറെഡി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. ആൻഡ് യുനോ എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടാലോ എന്തെങ്കിലുമൊക്കെ മതിയാവും നമ്മുടെ ഡേ പോവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമെന്റോ എന്തെങ്കിലും കണ്ടാൽ മതിയാവും. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം ലിമിറ്റ് ചെയ്യും എൻഗേജ്മെന്റ് സോഷ്യൽ മീഡിയയിൽ. അധികം അങ്ങനെ ടൈം സ്പെൻഡ് അതിലിരുന്ന് ഇങ്ങനെ ലൂപ്പിലിരുന്ന് സ്ക്രോൾ ചെയ്യാറില്ല. സോ കോൺഷ്യസ്ലി അത്രയും മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. മലയാളത്തിൽ നിന്ന് എന്താ പ്രിയക്ക് വേണ്ട ഓഫർ വരുന്നത്? നല്ല റോളും നല്ല ക്യാരക്ടേഴ്സും കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് എൻ്റെ കാലിബർ ആസ് എൻ ആക്ടർ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, അത്രയും സ്റ്റഫുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സോ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. 4 years കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടർ ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഞാൻ കുറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഫീലിംഗിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ സ്പേസസിലൊക്കെ? എപ്പോഴും ഓൾമോസ്റ്റ് ഓൾ ഡേ എവറി ഡേ എനിക്ക് തോന്നാറുണ്ട്. ലവും അറ്റൻഷനും കിട്ടി അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതായിട്ടാണോ തോന്നിയിട്ടുള്ളത്? എന്തായിരിക്കും എന്റെ കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഒന്നാമത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഇപ്പം പറയുന്ന ഫസ്റ്റ് ഒരു ഫെനോമിന വൈറലായതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഹേറ്റ്
വന്നതും ട്രോൾസ് വന്നതും ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് ഞാനായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുത്തൊരു കാര്യമല്ല. ഇത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അതിനെ സെലിബ്രേറ്റ് ചെയ്തു, പിന്നെ അവർ തന്നെ അതിനെ കുറ്റം പറഞ്ഞു. ഇതിലൊന്നും എനിക്കൊന്നും ഒരു പങ്കുമില്ല എന്നുള്ളതാണ്. ഞാനിതിനു വേണ്ടി ഒന്നും കോൺഷ്യസ്ലി ചെയ്തിട്ടില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല വൈ ദർ ഇസ് ദിസ് പ്രീകൺസീവ്ഡ് നോഷൻ. ഇങ്ങനെ എന്താ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത് ജാടയാണ് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത്. അതെ, അങ്ങനെ. പിന്നെ നമുക്ക് ഡോർ ടു ഡോർ പോയി എല്ലാവരുടെ അടുത്തും പോയി പറയാൻ പറ്റില്ലല്ലോ, അതെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യം ആയതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ യു ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. പിന്നെ പേഴ്സണലി എന്നെ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോഴാണ്, ഓ പ്രിയ ഇങ്ങനെ ഒരാളായിരുന്നല്ലേ, ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്നല്ല വിചാരിച്ചത്. ഇതെനിക്ക് സ്ഥിരം കിട്ടുന്നൊരു കോമെന്റ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഐ ഫീൽ ലൈക്ക് ഒരു ലെവൽ ഓഫ് ബിറ്റർനെസ് കൺവേർട്ട് ആയതായിരിക്കാം. എന്താ ഓവർ നൈറ്റിൽ ഇത്രയും ഫെയിം ആൻഡ് റെക്കഗ്നിഷൻ കിട്ടി, അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു ബിറ്റർനെസ് ആയിരിക്കാം. കാരണം വർഷങ്ങളോളം ആൾക്കാർ സ്ട്രഗിൾ ചെയ്തിട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് ഇൻ ദി ഇൻഡസ്ട്രി. ആൻഡ് വാട്ട് ഡിഡ് ഷീ ഡു ഇത്രയും ഒരു എന്താ പറയാ ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ബിറ്റർനെസ് ഉണ്ടാവുമല്ലോ. ആൾക്കാർക്ക് അങ്ങനെ ഒരു ബിറ്റർനെസ് ഉണ്ടാവുമല്ലോ, വിച്ച് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു ബിറ്റർനെസ് മേ ബി നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നം എന്നുള്ളൊരു ലെവലിലേക്ക് കൺവേർട്ട് ആയതായിരിക്കാം. ഈ ആദ്യ സിനിമയ്ക്ക് ശേഷം 4 years വരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് പ്രിയവാര്യരുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു സിനിമകളെ പറ്റി? കുറെയൊക്കെ ഈ പറയുന്ന പോലെ സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇത് നമുക്ക് പറ്റിയ പണിയാണോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഇത് ചെയ്യണം എന്നുള്ളതാണ്, ബട്ട് ഐ മൈ ഫിറ്റ് ടു ബി ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് എടുത്താൽ പൊങ്ങോ എന്നുള്ള അങ്ങനെ ഒരു ജേർണിയിലായിരുന്നു കുറേ കാലം. ലൈക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് നെഗറ്റിവിറ്റി ആൻഡ് യുനോ ഫോർ സം റീസൺ പീപ്പിൾ നോട്ട് വാണ്ടിങ് ടു വർക്ക് വിത്ത് യു ബിക്കോസ് ഓഫ് ദാറ്റ് നെഗറ്റിവിറ്റി. അതായത് പിന്നെ ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ള ഒരു ഫസ്റ്റ് ഒരു തോട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാർക്ക് എൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഇത്രയും നെഗറ്റീവ് ആണ് എന്നുള്ളൊരു സാധനം കാരണം പീപ്പിൾ നോട്ട് വാണ്ടിങ് ടു കാസ്റ്റ് മീ ബിക്കോസ് ഓഫ് ദാറ്റ്. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊന്നൊരു തിരിച്ചുവരവില്ല, എന്നാൽ പിന്നെ നമുക്ക് പണി നിർത്തിയാലോ എന്നുള്ള അങ്ങനെ ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോഴാണ് 4 years സംഭവിക്കുന്നത്. പിന്നെ അവിടുന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഭയങ്കര എവിഡന്റ് ആയിട്ട് കണ്ടു തുടങ്ങി. ഇപ്പോ കുറച്ച് ശാന്തമാണ്. 4 years ഇനിയും സെലിബ്രേറ്റ് ചെയ്യപ്പെടണമായിരുന്നു, ഇനിയും ആളുകൾ കാണണമായിരുന്നു. അതിന് കുറേ കൂടി ലേയേഴ്സ് ഉണ്ട്. അത് കുറച്ചുകൂടി ട്രൂ ആയിട്ട് റൊമാൻസിനെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇപ്പോഴും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് 4 years. ആരെങ്കിലും ഇപ്പം എന്നെ വിളിച്ചിട്ട് പ്രിയയുടെ ഏത് ഫിലിമാണ് ഞങ്ങൾ കണ്ടിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും 4 years പറയുള്ളൂ. കാരണം എന്തുകൊണ്ടും എനിക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ആൻഡ് നല്ല മെമ്മറീസ് ആൻഡ് നല്ലൊരുപാട് കൂട്ടുകാരെ കിട്ടിയ ഒരു ഫിലിമാണ് 4 years. സോ ഞാനത് ഫോർ എവർ ചെറിഷ് ചെയ്യുന്ന ഒരു ഫിലിമാണ്.